അതായത് ഈ കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പാൻ ഇന്ത്യ ബജറ്റിൽ നിന്ന് ഒന്ന് ലോക്കലായിട്ട് താഴെ അല്ലെങ്കിൽ ഇത് നടക്കൂല. പാൻ ഇന്ത്യ ആണെങ്കിലും ലോക്കൽ ആണെങ്കിലും എത്ര ദിവസം ക്യാമ്പയിൻ ചെയ്യണം, എത്ര ഏരിയ വേണം എന്നുള്ളത് ഇപ്പൊ തീരുമാനിക്കണം. ക്യാമ്പയിനിങ് ഏരിയ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്ററിന്റെ ആവറേജ് റേഡിയസ്, ഒരു 300 സ്ക്വയർ കിലോമീറ്ററിന്റെ ഏരിയ. പിന്നെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 45 ദിവസം പിടിക്കാം പരമാവധി. ഇനിയിപ്പോ ചുവരെഴുത്ത് വേണ്ടേ? ഒരു 10 ചുവര് കിട്ടിയാൽ ഭാഗ്യം. അത് നോക്കിയാൽ തന്നെ 5 ലക്ഷം രൂപ പിടിക്കും. കട്ടൗട്ട് വേണം, സ്ക്വയർ ഫീറ്റിനാണ് പൈസ. ഒരു 12/8 ഒരു 10 കട്ടൗട്ടെങ്കിലും വേണം. അതും ഒരു 2.5 ലക്ഷം രൂപയെങ്കിലും ആവും. 2.5. എലക്ഷൻ പാംഫ്ലെറ്റ്, മാനിഫെസ്റ്റോ അതെല്ലാം കൂടെ ഒരു 10-15 രൂപ തീരും, കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഈ എലക്ഷന്റെ പ്രോപ്പർട്ടീസ് വേണം. അതെ, അതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ തൊപ്പി, ബനിയൻ ഇതെല്ലാം അണികൾക്ക് കൊടുക്കാനാണെങ്കിൽ അതും കൂട്ടണം ഒരു 1 ലക്ഷം രൂപ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 19 ലക്ഷം രൂപ ഇപ്പൊ ആവും. വലിയ പാർട്ടികളെല്ലാം ഒരു 10 റൗണ്ടെങ്കിലും മണ്ഡലം മുഴുവൻ അനൗൺസ് ചെയ്യും. നമുക്ക് 10 വേണ്ട, ഒരു ഇച്ചിരി താത്തി പിടിക്കാം. 6 എണ്ണം ആണെങ്കിൽ 50 ദിവസം 6 റൗണ്ട്, ഒരു 2100 കിലോമീറ്റർ ഒറ്റ വണ്ടി അനൗൺസ് ചെയ്യണം. എന്താവും? അങ്ങനെയാണെങ്കിൽ ജനറേറ്ററിന്റെ കോസ്റ്റ്, വണ്ടി അനൗൺസ് ചെയ്യുന്ന ആളുടെ കോസ്റ്റ്, റെക്കോർഡിങ്, അതുപോലെ തന്നെ മൈക്ക് സെറ്റിന്റെ കോസ്റ്റ്, പിന്നെ പെട്രോളായി, ഫുഡായി എല്ലാം കൂടി ഒരു 2.5 ലക്ഷം രൂപ പിടിച്ചു. ഏറ്റവും ചുരുങ്ങിയത് 2.5. ശരി. അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥിയെ പൊക്കിയടിക്കാൻ വേണ്ടി കമൽഹാസനൊന്നും വേണ്ട, ഒരു സാധാരണ സെറ്റപ്പിലുള്ള ഒരാൾ ഒരു 10-15 ദിവസം പല സ്ഥലത്തും പോയിട്ടൊന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത്, പിന്നെ കലാശക്കൊട്ടിന്റെ ചെണ്ടമേളം, ബാൻഡ് സെറ്റ്, പിന്നെ പറ്റിക്കഴിഞ്ഞാൽ ഈ പാരഡി പാട്ട് റെക്കോർഡ് ചെയ്ത് ഓടില്ലേ, നമ്മുടെ സ്ഥാനാർത്ഥി സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടി പോകുന്നത്, ആ പറയുന്ന റെക്കോർഡിംഗ് കോസ്റ്റ്, ക്രിയേറ്റിവിറ്റി ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്രയെ നിർത്താം? ചവിട്ടി പിടിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 1 ലക്ഷം രൂപയെങ്കിലും ആവും. അപ്പൊ ഇനിയിപ്പോ വേണ്ടത് പബ്ലിക് മീറ്റിംഗ് ആണ്. വലിയ പാർട്ടിയൊക്കെ 10-30 എണ്ണം ചെയ്യും, നമുക്കൊരു 10 എണ്ണമെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ചവിട്ടി പിടിച്ചാൽ എത്രയും നിർത്തും? നേരത്തെ പറഞ്ഞ അനൗൺസ്മെന്റ് കോസ്റ്റ് ഇല്ലേ, അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് പന്തല് വരും, പിന്നെ ചെയർസ് വേണം, പിന്നെ ഡെക്കറേഷൻ, എല്ലാം കൂടെ എങ്ങനെയാണെങ്കിലും ഏറ്റവും വലിഞ്ഞു മുറുകി ഒരു 3 ലക്ഷം രൂപ. 40 ദിവസം 300 സ്ക്വയർ കിലോമീറ്റർ. അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും വീട്ടിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങണ്ടേ? വേണം. സ്ഥാനാർത്ഥിയുടെ കൂടെ 2 പേരെങ്കിലും സിൽബന്ധികളായിട്ട് വേണം. എല്ലാം കൂടെ ചേർത്ത് ഏറ്റവും കുറഞ്ഞത് 1.25 ലക്ഷം രൂപയിലോ. ഈ 2-3 പേരെ കൊണ്ട് എന്താവാനാ? ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഒരു 20 പേരെങ്കിലും നമ്മുടെ കയ്യിൽ അറ്റ് ഡിസ്പോസൽ വേണം. 20 പേരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചെലവാണ്. ഈ 20 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ദിവസമെങ്കിലും അവര് വേണ്ടേ? വേണ്ടി വരും. ആ 50 ദിവസം വേണമെങ്കിൽ അവർക്കുള്ള ഒരു ഏറ്റവും ചുരുങ്ങിയത് 500 രൂപ വെച്ചെങ്കിലും ഒരു ദിവസം കൊടുത്തു എന്ന് വിചാരിക്കാം. ഇവരെ താമസിപ്പിക്കണ്ടേ? അവിടെ ഉള്ള ആൾക്കാരെ കിട്ടില്ല. പിന്നെ ഭക്ഷണം, ഇന്റർനെറ്റ് ചാർജ് ചെയ്യാൻ എന്തായാലും പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ പാനീയമില്ലാതെ ഒരു പരിപാടി ഈ നാട്ടിൽ നടക്കില്ല. അപ്പൊ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഒരു 13 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞു. പാർട്ടിക്കാർക്കാവുമ്പോൾ ഈ പറയുന്നതിൽ ഈ കൂലിയുടെ പരിപാടി ഉണ്ടാവില്ല, പകരം അവർക്ക് പാനീയവും ഭക്ഷണവും മതിയാവും. ഏറ്റവും വലിയ ചെലവാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അല്ല, ഈ പബ്ലിക് റിലേഷൻ, സോഷ്യൽ മീഡിയ ഹാൻഡിൽസും കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ടിപ്പിക്കൽ കോർപ്പറേറ്റ് ടീമിനെ വെക്കല്ലേ നല്ലത്? വലിയ മുംബൈ ടീമിനെ നയിപ്പിക്കാൻ പറ്റില്ലല്ലോ. ലോക്കൽ സെറ്റപ്പ്, ചിന്ന സെറ്റപ്പ്. അതിൽ ഈ ഡിസെമിനേഷൻ കോസ്റ്റ് വരും, സൈബർ വാർഫെയർ, കമന്റിന് തെറി പറയണം, പിന്നെ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പറഞ്ഞ ഡാമേജിനെ മിറ്റിഗേറ്റ് ചെയ്യണം, പോസ്റ്റർ, പാംഫ്ലെറ്റ്, റൈറ്റിംഗ്, പോസ്റ്റ്, ഇല്ലാത്ത ചിലവൊന്നുമില്ല. അപ്പൊ അതിന് ഏറ്റവും ചുരുങ്ങിയത് അവരൊരു 5 ലക്ഷം രൂപയെങ്കിലും പറയില്ലേ? നമ്മൾ പുതിയ ആൾക്കാർക്ക് കൊടുത്താ, പുതിയ ആൾക്കാര് അവസരം കൊടുക്കാം. കണക്കൂട്ടിയപ്പോ എത്രയായി? 46,85,000 രൂപ എന്ന് പറഞ്ഞാൽ 6,85,000 രൂപ എബവ് ദി സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. 20% ഓഫ് ദ വർക്ക് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ മുഖ്യധാര പാർട്ടികളെ അപേക്ഷിച്ചേ. അതില് മുതലാളിമാര് പേടിച്ചിട്ട് കൊടുക്കുന്നതും സാധാരണക്കാര് സൗജന്യമായി കൊടുക്കുന്നതും പിന്നെ കുത്തിനെ പിടിച്ച് തിരിച്ചു കൊടുക്കാത്ത പൈസ എല്ലാം കിഴിച്ചാലും ഫ്രീ വർക്ക് ഫോഴ്സിനെ കിഴിച്ചാലും എങ്ങനെ വന്നാലും ഒരു 1.5 കോടി രൂപ അവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങും. അതിപ്പോ പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയാലും മുതലാളിമാരുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയാലും അതല്ല സ്ഥാനാർത്ഥിയുടെ സ്വന്തം കയ്യിൽ നിന്ന് ഇറങ്ങിയാലും ഇത്രയും പൈസ ചെലവ് വരും. ഇത്രയും പൈസ മുടക്കേണ്ട കണക്ക് കാണിച്ചിട്ടുണ്ടാവുമോ? 2021 ലക്ഷം ഇവരെല്ലാം കണക്ക് ഫയൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. കണക്ക് നോക്കാം.